100 ദിവസം നമ്മൾ 100 ദിവസമായിരിക്കുന്നു ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പുഷപ്പ് ചലഞ്ച് ഇന്നൂടെ കൂട്ടി 100 ദിവസമായിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോരോ പുഷപ്പ് അപ്പ് ചെയ്ത് ഇന്ന് 100 പുഷപ്പ്. ഇന്ന് 100 പുഷപ്പിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഏപ്രിലായി നിൽക്കുമ്പോൾ 4ാമത്തെ മാസത്തിലാണ് നമ്മളിപ്പോൾ ഈ പുഷപ്പ് ചലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചൊരു സാധനം. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും പുഷപ്പുകൾ എണ്ണം കൂടുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ബോഡി പെയിനും കാര്യങ്ങളും ഓൾറെഡി എൽബോ ഇഞ്ചറിയൊക്കെ ഉള്ളതായിരുന്നു. സോ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താണ് നമ്മൾ ഇന്ന് 100 പുഷപ്പ് വരെ എത്തി നിൽക്കുന്നത്. അങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അകം വഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം വെറുതെ പുഷപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട്, നിങ്ങൾ തരുന്ന കമൻറ്റുകളൊക്കെ ആയിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഈ 100 വരെ വരാനുള്ള വലിയ മോട്ടിവേഷൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തരണ്ടേ, ഒരുപാടൊന്നും ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊരു കമൻറ്റ് മാത്രം ഇന്ന് വായിക്കാം. ആ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ സഫാൻ്റെ കമൻറ്റാണ്, ബ്രോ 100 ഡേ ആകുമ്പോൾ അന്ന് സ്പെഷ്യലായി എന്തെങ്കിലും ഗിവ് അവേ ഒക്കെ കൊടുക്ക് ബ്രോ, ഡേഞ്ചൽ ഡൈനാമോ സൂ. യെസ്, ഗിവ് അവേ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കണം എന്താണ് ഗിവ് അവേ കൊടുക്കുക. അങ്ങനെ ഗിവ് അവേ കൊടുക്കത്തക്ക രീതിയിലുള്ള വലിയ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരുപാടൊന്നുമില്ല, കുറച്ച് ഗൂഗിൾ പേ ചെയ്തു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 3 പേർക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം. അങ്ങനെ ഗീവ് അവേക്ക് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര കാര്യമുള്ളൂ, നിങ്ങളിൽ നിന്ന് കമൻറ്റ് ഇടുന്ന 3 പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റ് ഇടുക, പേജ് ഫോളോ ചെയ്തതിന് ശേഷം കമൻറ്റ് ഇടുമ്പോൾ ആ കമൻറ്റുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യും. നാളെ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ശനിയാഴ്ചയാണ്. അപ്പം അതിൽ നിന്നൊരു 10 എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു 10 കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ സൺഡേ ഞാൻ ആദ്യമായിട്ടൊരു ലൈവ് വരാൻ പോകും. ഒരുപാട് നാൾക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൈവ് വരും. ആ ലൈവിൽ വന്നിട്ട് നമ്മൾ ഡ്രോ ഇടും. ഇത്ര ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 3 പേര് നമ്മൾ സെലക്ട് ചെയ്യും. അതിനകത്ത് ആദ്യം വരുന്ന ആൾക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഒരു 1000, സെക്കൻഡ് വരുന്ന ആൾക്ക് 500, തേർഡ് വരുന്ന ആൾക്ക് 500. പക്ഷേ നമ്മൾ തിരിച്ചായിരിക്കും എടുക്കുന്നത്. ആദ്യം തേർഡ് പ്രൈസ് ആയിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പ്രൈസ്, തേർഡും സെക്കൻഡും എന്തായാലും $500 രൂപ ഇട്ടു. ഫസ്റ്റ് പ്രൈസ് വരുന്ന ആൾക്ക് 1000. അപ്പോൾ ടോട്ടൽ നമ്മൾ 2000 രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ മണിയാണ്, ഗൂഗിൾ പേ ചെയ്ത് തരും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതലും പയ്യന്മാരാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും ഹേറ്റേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയുകയാണ്. ഇനിയും നമ്മളിപ്പോൾ 100 ആയി, 200 ആകുമ്പോൾ വേറെ ഗിവ് അവേ നമ്മൾ വെക്കുന്നതായിരിക്കും. 300, 365 ആകുമ്പോൾ നമ്മൾ പൊളിക്കും. സോ അതാണ് നമ്മുടെ ലക്ഷ്യം. സോ എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. സോ കമൻറ്റ് ബോക്സിൽ ഡേഞ്ചൽ ഡൈനാമോ എന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് മോട്ടിവേഷൻ ആകുമെന്ന് അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് എന്തെങ്കിലും ഇടുക. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട 10 പേരെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ സൺഡേ നാളെ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് കമൻറ്റൊക്കെ ഇടാം, ആലോചിച്ചൊക്കെ. സൺഡേ നമ്മൾ ഡ്രോയിലൂടെ 3 പേർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ഡേഞ്ചൽ ഡൈനാമോ. ബൈ.